നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലമാണെങ്കിലും ചില ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ ആരും ഭേദിക്കാത്ത റെക്കോർഡ് സ്വന്തമാക്കിയ ഒരു മലയാളിയുണ്ട്. CPI നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ PKV എന്ന PK വാസുദേവൻ നായർ. ഇനി പലർക്കും അറിയാത്ത ആ റെക്കോർഡ് എന്താണെന്ന് നോക്കാം. ഒരു സംസ്ഥാനത്ത് നിന്നും 4 തവണ 4 മണ്ഡലങ്ങളിൽ നിന്നും ലോക്സഭാ അംഗമായി എന്നതാണ് PKV സ്വന്തമാക്കിയ റെക്കോർഡ്. അങ്ങനെ മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി എന്നിവരെ കടത്തിവെട്ടിയാണ് PKV ആ അത്യപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയത്. PKVയുടെ വിജയം കേരളത്തിൽ നിന്നും മാത്രമായപ്പോൾ വാജ്പേയിയും റാവുവും 4 സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് വിജയം കണ്ടത്. 1957 ഉത്തർപ്രദേശിലെ ബൽറാംപൂർ മണ്ഡലത്തിൽ നിന്നാണ് BJP നേതാവ് വാജ്പേയി ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 1967 അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 1991 മുതൽ 2004 വരെ തുടർച്ചയായി 5 തവണ വാജ്പേയി ലോക്സഭയിൽ എത്തിച്ചത് ഉത്തർപ്രദേശിലെ ലക്നൌ ആയിരുന്നു. 1971 മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ നിന്നും വിജയിച്ച അദ്ദേഹം 1984 മാധവറാവു സിന്ധ്യയോട് പരാജയപ്പെട്ടു. 1977 1980 ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ലോക്സഭയിലെത്തിയത്. 1996 ഉത്തർപ്രദേശിലെ ലക്നൌവിനൊപ്പം ഗുജറാത്തിലെ ഗാന്ധിനഗറിലും അദ്ദേഹം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. 1957 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരേ സമയം 3 മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ ബൽറാംപൂർ, മധുര, ലക്നൌ എന്നിവ. ഇതിൽ ബൽറാംപൂരിൽ വിജയിച്ചപ്പോൾ മധുരയിൽ കെട്ടിവെച്ച പണം നഷ്ടമാവുകയും ലക്നൌവിൽ പരാജയപ്പെടുകയുമാണ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് നരസിംഹറാവു 1977 1980 ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിരുന്ന ഹനമനകൊണ്ട മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് ഈ മണ്ഡലം തെലങ്കാനയുടെ ഭാഗമാണ്. 1984 1989 മഹാരാഷ്ട്രയിലെ രാംടെക് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. 1991 പ്രധാനമന്ത്രിയായ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ച അദ്ദേഹം അന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിരുന്നു. പിന്നീട് 1996 അദ്ദേഹം ഇവിടെ നിന്ന് വിജയിച്ചു. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്ദ്യാലിന് പുറമെ ഒഡീഷയിലെ ബെർഹാംപൂർ മണ്ഡലത്തിലും അദ്ദേഹം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം നന്ദ്യാൽ സീറ്റ് രാജിവെച്ച് ബെർഹാംപൂർ നിലനിർത്തി. PKV 1979 മുഖ്യമന്ത്രിയാവും മുൻപ് 3 തവണ ലോക്സഭാ അംഗമായി. 1957 തിരുവല്ലയിലും 1962 അമ്പലപ്പുഴയിലും 1967 പീരുമേട്ടിൽ നിന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടിക്കറ്റിൽ ലോക്സഭയിലെത്തി. എന്നാൽ മണ്ഡല പുനർനിർണയം വന്നപ്പോൾ PKV വിജയിച്ച 3 മണ്ഡലങ്ങളും ആ പേരിൽ ഇല്ലാതായി. 1977 ആലപ്പുഴയിൽ നിന്നും നിയമസഭയിലെത്തിയ PKV K കരുണാകരൻ, AK ആന്റണി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയും 1979 മുഖ്യമന്ത്രിയുമായി. ഇടതുമുന്നണി രൂപീകരിക്കാനായി CPI സഖ്യം വിട്ടപ്പോൾ PKV മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി 1980 ആലപ്പുഴയിൽ വീണ്ടും വിജയിച്ച PKV 1982 ആലപ്പുഴയിൽ നിയമസഭയിലേക്കുള്ള 3ാം മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി തോൽവി അറിഞ്ഞു. ഏറെ നാൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും മാറി പാർട്ടി സംഘടനാ രംഗത്ത് സജീവമായ PKV 2 പതിറ്റാണ്ടിന് ശേഷം പാർട്ടി നിർബന്ധത്തിന് വഴങ്ങി 2004 തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. വൻ ഭൂരിപക്ഷത്തിൽ ജനം PKVയെ വീണ്ടും ലോക്സഭയിലേക്ക് അയച്ചപ്പോൾ അത് ആരും ഭേദിക്കാത്ത റെക്കോർഡായി. PKVക്ക് പക്ഷേ തന്റെ കാലാവധി പൂർത്തിയാക്കാനായില്ല. മികച്ച ഭരണാധികാരിയും പാർലമെന്റേറിയനും അന്തസ്സുറ്റ വ്യക്തിത്വത്തിനുടമയുമായി അറിയപ്പെട്ട അദ്ദേഹം 2005 ജൂലൈ 12 വിടവാങ്ങി.